ഞാൻ വരാൻ തയ്യാറാണ്. ഇയാൾ ചെയ്ത ആ സംഭവം എന്താന്നുള്ളത് വാക്കോണെ പറഞ്ഞില്ല. സംഭവം എന്താന്നുള്ളത് അവിടെ വെച്ചിട്ട് മഹാനെ സാക്ഷി നിർത്തിയിട്ട് വിശുദ്ധ ഖുർആൻ കൈ പൊഴിച്ചിട്ട് എന്റെ ഈമാൻ സാക്ഷിയായിട്ട് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയാൻ ഞാൻ തയ്യാറാണ്. ഇയാൾ ദീനിന്റെ അമരത്തിരിക്കാൻ അർഹനല്ല. ഒരിക്കലും കണ്ണിയത്ത് ഉസ്താദിനും ശംസുലക്കും ചെയ്യാൻ സാധിക്കാത്തത് ദീനിന് വേണ്ടി ചെയ്യാൻ കാന്തപുരത്തിന് കഴിയില്ല. സ്വന്തം നഫ്സ് വ്യക്തിശുദ്ധി ഇല്ലാത്ത ആള് പിന്നെങ്ങനെയാ സമുദായത്തെ സേവിക്കുക? അയാൾ കാരുണ്യപ്രവർത്തനം നടത്തുന്നുണ്ട്, അത് അനാഥകളെ സംരക്ഷിക്കുന്നുണ്ട്, അഗതികളെ സംരക്ഷിക്കുന്നുണ്ട്, അത് അമ്മയും ചെയ്യുന്നുണ്ട്. അത് അമ്മ സ്വർഗത്തിലാണോ? അത് അമ്മയും ചെയ്യുന്നുണ്ട്. ഏതമ്മ? ഞങ്ങളുടെ നാട്ടിലെ മാതാ അമൃതാനന്ദമായി ദേവി കൊല്ലത്ത് ജനിച്ച ആ അമ്മയും ചെയ്യുന്നുണ്ട്. സത്യസായി ബാബ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ആളുകളും ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. സ്കൂളുകൾ ഉണ്ടാക്കുന്നുണ്ട്, മദ്രസകൾ ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തല്ലോ. ഇപ്പൊ മമ്പർ മക്കാമിന് മുമ്പിൽ പോലും വലിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മടവൂര് ഇങ്ങനെ തുടങ്ങി. ഞാൻ പറയുന്നു, നിങ്ങളെ ഇവിടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്നവർ ആ സഖാഫി പറയുന്നത് കളവാണെങ്കിൽ ഒന്നെങ്കിൽ ഈ വിഷയത്തിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എനിക്കതിലെ കേസ് കൊടുക്കട്ടെ. ഞാൻ കേവലം ഒന്നിനും പറ്റാത്ത അല്ലേ ഞാൻ പറയുന്നു. 2002 ഡിസംബർ 22 ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച രാവ് പടിഞ്ഞാറ് നിന്ന് ഉസ്താദിന്റെ കൂടെ കാറിൽ യാത്ര തിരിച്ച് ലക്കിടിയിൽ നിന്ന് താമരശ്ശേരി വരെ ഉള്ള ആ യാത്രയിൽ എനിക്കുണ്ടായ അനുഭവം പച്ചയായി പറയാൻ ഞാൻ തയ്യാറാണ്. സംഭവം വളരെ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നതുകൊണ്ട് ആ സംഭവം നിങ്ങൾ വിളിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഈ സംഭവത്തിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ ഈ കേരളത്തിലെ എന്നല്ല ലോകത്ത് തന്നെ അവർ പറയുന്ന മഹാരഥനായ പണ്ഡിതനാണെങ്കിൽ അയാൾ എനിക്കെതിരെ കേസ് കൊടുക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്ന SSF തയ്യാറാണ്. കേസ് കൊടുക്കട്ടെ. ഞങ്ങളുടെ നേതാവിനെ അപകീർത്തിപ്പിടിച്ച് പ്രസംഗിച്ചെന്ന് കേസ് കൊടുക്കട്ടെ. ഞാൻ കോടതിയിൽ പറയാം, പോലീസിന് മുമ്പിൽ പറയാം. ഇനി എന്നെ നുണപ്പരിശോധനയ്ക്ക് വിധേയമാക്കട്ടെ. എന്റെ ഹൃദയം പറയും, എന്റെ ശരീരം പറയും. എനിക്കൊരു സംശയമില്ല. ഉറപ്പിച്ചു പറയുന്നു, അയാൾക്ക് കാരുണ്യപ്രവർത്തനം നടത്താം. പക്ഷേ ദീനിനെ സംരക്ഷിക്കാൻ അയാൾ അർഹനല്ല. മാത്രമല്ല, ഇപ്പോഴും സംഘടനക്കകത്തുള്ള എന്നോട് ഈ അടുത്തൊരു സഖാഫി, അയാളുടെ പേര് പറയുന്നില്ല, അയാൾ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും വലിയ ഖത്തീബായി ജോലി ചെയ്യാണ്. അയാളോട് ഞാൻ പോയി റൂമിൽ കയറിച്ചെന്ന് അയാൾ നിൽക്കുന്ന മഹലിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സഖാഫിയെ നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടായിരിക്കും. അത് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണമല്ല, ഞാൻ സംഘടന മാറിയ ആളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ഒരു വെറുപ്പുണ്ടാവും. പക്ഷെ അതിന്റെ സംഭവം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചുതരാം. ഞാൻ ആ വിഷയം വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, സഖാഫി ബാക്കി പറയണ്ട, എന്നെയും ഉസ്താദ് വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല, എന്റെ കൂട്ടുകാരനെ കൂടെ ചെയ്യിപ്പിച്ചിരുന്നു. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ SSF ഈ വിഷയത്തിൽ വെല്ലുവിളിക്കുന്നു. അവരെന്നെ ഫോൺ ചെയ്താൽ ആ സഖാഫിന്റെ റൂമിൽ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്. നിങ്ങളുടെ കൂടുതൽ ഇപ്പോൾ അയാളുള്ളത് പോരാ. എന്റെ കൂട്ടുകാർ വേറെ സഖാഫിന്റെ വയനാട്ടില് എന്റെ കൂടെ കോളേജ് ഒന്നിച്ചറിഞ്ഞത്. ആ സഖാഫ് എന്നോട് പറഞ്ഞു, നാസറെ നീ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകരുത്, കാരണം ജാലിയവാലയും ഖസറജും AP-നെ പറ്റിച്ചതാണെങ്കിൽ അതിന്റെ കുറ്റം അവർക്കല്ലേ. അപ്പോൾ ഓനിപ്പോഴും സംഘടനയുള്ള അകത്തുള്ളത്. എന്റെ ഉസ്താദിന്റെ വാപ്പ വലിച്ചിട്ട്, അതായത് എന്റെ ഉമ്മാന്റെ കാർമോന്റെ മകൻ ഞാൻ വെല്ലിക്കാന്ന് വിളിക്കാറ്, മരിച്ചിട്ട് എന്നെ വിളിക്കാൻ തയ്യാറായിട്ടില്ല. എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ സംഘടന മാറിയതുകൊണ്ട് എന്റെ കുടുംബക്കാരാണ്, ചെല്ലാൻ പറ്റൂല. അതിനെന്താ, ഒരു കുടുംബമല്ല പ്രശ്നം, സംഘടനയാണ് പ്രശ്നം. അവസാനം ഈ വിഷയത്തിൽ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഉസ്താദിന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാനെ നീ ഒന്ന് ഉസ്താദോട് പറ, നാസറൊന്ന് വിളിച്ച് സംഭവം എന്താന്ന് ചോദിക്കാൻ. അതെങ്കിലും ഉസ്താദ് ചെയ്യാലോ. ഉസ്താദ് അങ്ങനത്തെ എന്തുകൊണ്ട് നാസർ പോയി എന്ന്. ഉസ്താദിന്റെ മോനല്ലേ ഞാൻ, രണ്ട് വകയിൽ ഉസ്താദിന്റെ മോനാണ്. ഒന്ന് ഉസ്താദിന്റെ കുടുംബക്കാരാണ്, ഉസ്താദുമാണ്, രണ്ടുമാണ്. അതുകൊണ്ട് ഇക്കാക്കാനോട് ഞാൻ മൊയ്തോടിക്കാന്ന് മുമ്പ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് ഒന്ന് എന്നെ വിളിച്ചിട്ട് എന്താ നാസർ ഇങ്ങനെ മാറിയത് എന്ന് ഉസ്താദിനോടൊന്ന് പറയാൻ ഒരു ചാൻസ് അത് ഉസ്താദ് തരട്ടെ. അത് ചാൻസ് എന്റെ സംഭവം ഉസ്താദിന്റെ മുമ്പിൽ എനിക്ക് വ്യക്തമാക്കി പറയാലോ. ഇന്നത് കൊണ്ടാണ് എനിക്ക് അയാൾ അംഗീകരിക്കാൻ കഴിയാത്തത് എന്ന് പറയാൻ പോലും ചാൻസ് ഇല്ല. എനിക്ക് വിളിക്കാൻ പറ്റും. എന്റെ അവസാനം ഇപ്പം എന്നെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, നാസറിഞ്ഞ് വരുമോ? ഞാൻ പറഞ്ഞു, ഉസ്താദിന് ചോദിച്ചു നോക്ക്, 40-ന് ഞാൻ നാസറിനെ വിളിച്ചോട്ടെ, എല്ലാരും വിളിച്ചോട്ടെ എന്നല്ല, നാസറിനെ വിളിച്ചോട്ടെ, എന്നിട്ട് ഉസ്താദ് വിളിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിക്ക്, എന്നാ ഞാൻ വരും 40 നമുക്ക് ഒരുമിച്ച് വിടാൻ. വിളിക്കൂല, എനിക്ക് ഉറപ്പ് വിളിക്കൂല എന്നുള്ളത്. അവർക്ക് സംഘടനയാണ് പ്രധാനം. ഉസ്താദിനെ അംഗീകരിച്ചാൽ ഓൻ ദീനിലുണ്ട്, ഉസ്താദിനെ അംഗീകരിച്ചില്ലേ ആ നരകത്തിലാണ്, അല്ല അവൻ ദീനിന് പുറത്താണ്. അതുകൊണ്ട് കുടുംബ ബന്ധവുമില്ല, ഒന്നുമില്ല. ഞാൻ ചിന്തിക്കുകയാണ്, സമസ്തയിലേക്ക് വന്നപ്പോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം അറിയോ? സമസ്തയിലേക്ക് വന്നപ്പോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം ഹൃദയ വിശാലതയാണ്. ആരെയും അംഗീകരിക്കാൻ കഴിയുന്നു. അവിടെ സംഘടന നോട്ടയില്ല, ആരാന്നുള്ള നോട്ടയില്ല. എല്ലാവരെയും അംഗീകരിക്കാൻ
കഴിയുന്നു. അവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്കുണ്ടായിരുന്ന ഇടിഞ്ഞ മനസ്സായിരുന്നു. എന്റെ ടീമിലുള്ളവർ മാത്രമേ ശരിയുള്ളൂ, ബാക്കി എല്ലാം ശരിയല്ല. അതുകൊണ്ട് അവരോട് കൂട്ടുകൂടാനും പോകണ്ട, അവരെ പള്ളിയിൽ കയറി നിസ്കരിക്കും. ജമാഅത്തിൽ ഒരു പള്ളി പോലെ എന്തുകൊണ്ട് മൂരിയുടെ പള്ളിയിൽ പോയി നിസ്കരിച്ച കൂലി കിട്ടില്ലെന്ന് വിശ്വസിച്ചത്. മൂരിയുടെ പള്ളിയിൽ പോയി നിസ്കരിച്ച കൂലി കിട്ടൂല, അതുകൊണ്ട് നമ്മൾ ആ പള്ളിയിൽ തന്നെ പോകുന്നില്ല. കാരണം അവരെ പഴിച്ചു പോയവരാണ്, അവരെ തുറന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്ന് പഠിച്ചു. ഇത് വെറുതെയല്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ TN മൂലയിൽ, താഴെ നായന്മാർ മൂലയിൽ കഴിഞ്ഞ റമദാനിൽ ഞാൻ താൽക്കാലികമായി ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ഫുലാൻ വന്നിരുന്നു, ഒരു ഏപ്പിക്കാരൻ. എന്നിട്ട് എന്നെ തുറന്ന് നിസ്കരിച്ചില്ല. അതിന്റെ കാരണം ചോദിച്ചാൽ പറഞ്ഞത് ഞങ്ങൾ ഉസ്താനെ എതിർക്കുന്ന ആളാണ്, അതുകൊണ്ട് അയാൾ തുറന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന് കൂലി കിട്ടൂല. ഇപ്പൊ അടുത്ത് നടന്ന സംഭവമാണ്. ഒരാൾ വന്നിട്ട് എന്നെ തുറന്ന് നിസ്കരിച്ചു. അത് വയതുകൊണ്ടൊക്കെ പൈസ ഉണ്ടാക്കി, പക്ഷെ നാട്ടുകാർ നല്ലോണം എന്തോ ഭാഗത്ത് കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആ പരിസരത്ത് കാണുന്നത് പറഞ്ഞു. പിന്നെ അടങ്ങൂർ വയതിൽ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഒരു കാരണം വെച്ചാൽ ഈ പള്ളിയിൽ വെച്ച് വയലേറെ സമ്മതിക്കാൻ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. എന്നെ തുറന്ന് നിസ്കരിക്കാത്ത ആള് അണങ്കൂർ സദറായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ സമ്മതിക്കില്ല. ഇവിടെ നിന്ന് മാത്രമല്ല, സമസ്തയുടെ ഈ ചുറ്റുപാടത്തുള്ള ഒരു പള്ളിയിൽ നീ വയലോടെ നിൽക്കണ്ട, സമ്മതിക്കില്ല. ഞാൻ ഇവിടുന്ന് വിട്ടോന്നാണ് ഞാൻ ഓടിച്ചില്ല. വേറൊരു കാര്യം, ഈ കഴിഞ്ഞ റമദാൻ എന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ എന്ന ചിന്താഗതിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടോ? ഇല്ല. AP പറ്റിച്ച ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ. AP ഞാൻ മനസ്സിലാക്കുന്നത് APയുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി അദ്ദേഹത്തിന് അള്ളാഹു കനിഞ്ഞു നൽകിയ വാക് സാമർത്ഥ്യവും ഓർഗനൈസിംഗ് കഴിവും, അതായത് സംഘടിപ്പിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് വേണ്ടി എന്തിനു ഉപയോഗിച്ചു എന്നുള്ളതാണ് പരമസത്യം. അള്ളാഹുവിനുള്ള വിശ്വാസവും പേടിയൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇങ്ങനത്തെ പ്രവർത്തനം വരില്ലായിരുന്നു. ഇതെന്റെ അനുഭവമുണ്ട്, അസൻ സക്കാഫിക്ക് വേറെ അനുഭവമുണ്ട്, ഇസ്മായിൽ സക്കാക്ക് വേറെ അനുഭവമുണ്ട്, ഓരോരുത്തർക്ക് ഓരോ അനുഭവം. സക്കാഫിമാർക്ക് ഈ അനുഭവം ഉണ്ടാവുക. ഞാൻ തുറന്നു പറയുന്നു, 7000-ഓളം സക്കാഫിമാരുടെ കൂട്ടത്തിൽ 100 സക്കാഫികൾക്ക് മാത്രമേ ഉസ്താദിന്റെ ആ ഉള്ളിലെ റൂമിലേക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എന്റെ കൂടെ പഠിച്ച ദർശ പഠിച്ച ഒരൊറ്റ കുട്ടി കിട്ടിയിട്ടില്ല. 8 ആൾക്കാരുണ്ട്. എന്റെ പേര് നാസർ സക്കാഫി, ഉസാമ സക്കാഫി, മുജീബ് സക്കാഫി, ഹംസ സക്കാഫി റിപ്പൺ, മുജീബ് സക്കാഫി റിപ്പൺ, മുജീബ് സക്കാഫി പെരിന്തട്ട, റഫീഖ് സക്കാഫി നെടുമ്പാല തുടങ്ങിയ ടീമിന്റെ കൂട്ടത്തിൽ ഉസ്താദിന്റെ ഉള്ളിലെ 3ാമത്തെ റൂമിൽ കയറി ചെന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് മറ്റൊരു കാര്യം. ഏത് പാതിരാവിലെ ഉസ്താദ് 2 മണിക്ക് 3 മണിക്ക് വന്ന ഉസ്താദ് ഞാൻ കട്ടൻ ചായ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ രാത്രിക്ക് ഉസ്താനെ ശരിക്കും ഉസ്താൻ എന്നെ അറിയാൻ വയ്യ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംഭവം ഉസ്താദിന്റെ വ്യക്തി ജീവിതം ഞാൻ കണ്ടറിഞ്ഞു. അപ്പൊ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ സംഘടന മാറിയിട്ടില്ല. മറ്റൊരു കാര്യം. പിന്നെ ഈ മുടിയോട് കൂടിയാണ്. എനിക്ക് ചില ആൾക്കാർ പറയും മുടിയുടെ സ്ഥലത്ത് നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചൂടെ. ഞാൻ നേരിട്ട് ഉസ്താദിന്റെ റൂമിൽ പോയി ചോദിച്ചിട്ടുണ്ട്. വെറുതെ പറയല്ല. ഉസ്താദിന്റെ റൂമിൽ ഡയറക്റ്റ് പോയിട്ട് ഉസ്താദിനോട്, ഉസ്താദെ ഈ മുടിയുടെ സ്ഥാനത്ത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു ഉസ്താദിനോട്. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഇതാണ് എന്നോട് പറഞ്ഞത്. 2004 ആദ്യം മുടി പ്രദർശനം മർക്കസിൽ നടത്തിയപ്പോൾ പ്രശ്നങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. 2004 ആദ്യത്തെ പ്രദർശനം നടത്തിയപ്പോൾ വെള്ളം കുടിക്കുകയും വെള്ളം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഉമ്മാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാവും, സനത് കാണണം. കാരണം സനതാണല്ലോ. അപ്പൊ അന്ന് സനത് വേണം ഓർപ്പിച്ച ഉസ്താദ് തന്നെയാണല്ലോ. അതുകൊണ്ട് അന്നൊന്നും ഈ വിവാദമായിട്ടില്ല, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പോയി ഉസ്താദിനോട് സനത് ചോദിച്ചു. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അതിന്റെ അർത്ഥം വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതെന്തായാലും തരാൻ കഴിയില്ല. സനത് ഇത് ആർക്ക്? ഉസ്താദിന്റെ മുഹിബായ ഹാദിമായ എനിക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു തരണല്ലോ. അല്ലെ, പേരോട് ഉസ്താദ് പോയി ചെന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്താൽ. ഇപ്പൊ എന്നോട് വേറെ ആളെ ഫോൺ ചെയ്തതിന് സലാലെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത്. അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ SSF കാരനാണ്, ആളെ പേര് സലാം എന്ന് എന്നോട് പറഞ്ഞത്. സലാം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ ഞാൻ SK സഫർ എന്നെ പഠിപ്പിച്ചിരുന്നല്ല ഞാൻ മാറിയത്. അതുകൊണ്ട് ഇങ്ങനെ കാര്യം ചെയ്യാം. എല്ലാവർക്കും സിദ്ദീഖ് ഒരു ചങ്ങായി മാറിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എക്കായിക്കും. അതിന്റെ പേരിലാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ഞാൻ സിറാജുൽ വരാൻ തയ്യാറാണ്. കുറ്റ്യാടി May 7 ഞാൻ വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കുറ്റ്യാടി വരുന്നുണ്ട്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, അന്ന് പോകുന്ന വയ്ക്കാൻ കുറ്റ്യാടി വയ്ക്ക് പോകാം, സിറാജുലേക്ക് ഞാൻ വരാം. അവിടെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഈ മുടിയുടെ തെളിവ് കാണിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗിച്ച സ്ഥലത്തൊക്കെ ഞാൻ സ്വന്തം പോയിട്ട്, ഒരു വണ്ടിയിൽ മൈക്കെടുത്ത് വന്നാൽ വയ്യല്ലോ, സ്വന്തം പോയിട്ട് ഞാൻ പ്രസംഗിക്കും. പതിയത്തൊക്കെ അവസ്ഥയൊക്കെ നടത്തിയതുപോലെ ഒരു സ്വന്തം വാഹനം പിടിച്ചിട്ട് ആ വാഹനത്തിൽ സ്വന്തം എടുത്തിട്ട് എന്ത് ചെയ്യാം, മൈക്കിൽ പറയും, ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചിരുന്നു, ഈ മുടിക്ക് തെളിവില്ല എന്നുള്ളത് എനിക്ക് സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്, ഞാൻ തിരിച്ചു പ്രസംഗം തയ്യാറാണെന്ന് കാണിച്ചു തരണം. പിന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്ന സ്വന്തം ഞാൻ സ്വന്തം വരാൻ തയ്യാറാണ്. എന്തെല്ലോ ചെയ്യും, അത് വേറൊരു കാര്യം.
എന്നോട് പറഞ്ഞു എസ്കേസ് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു നീ എന്നെ പഠിപ്പിച്ചു തരണ്ട, കാരണം നന്ദി ദാറുസലാമിൽ നിന്ന് മർക്കസിന്റെ പടിമുറ്റത്ത് അതിഥിയായി എത്തിയ കാസർഗോഡ് ജില്ലയിലെ ബാർഡക്ക സ്വദേശിയായ ജാഫർ സക്കാഫിയെയും അമ്പേരി സ്വദേശിയായ റസാഖിനെയും കാണാൻ വേണ്ടി മർക്കസിന്റെ പടിമുറ്റത്ത് വന്ന് അവരെ കൂടെ ഒന്നിച്ച് സീഗാറിൽ പോയി ചായ കുടിച്ച് പോരാ. അവര് പറഞ്ഞു ഇന്നിവിടെ അഹദിയ ദിക്ർ ഹൽക്കയുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോ ആ കൂട്ടുകാരുടെ വാക്ക് കേട്ട് അഹദിയ ദിക്ർ ഹൽക്കക്ക് മർക്കസിന്റെ മസ്ജിദുൽ ഹാമി